ഡാൻഡെ ഈസ് എ ന്യൂ ഗോജോ. നോ, അതൊരു വിഡിത്തം മാത്രം. ഡാൻഡെ എന്ന് പറഞ്ഞാൽ മറ്റേ കോൺകർ ഹാക്കി ഫാം ചെയ്യുന്നവനാണ് അല്ലേ, ഓറ ഫാമറാണ് അവൻ. ഈ ഗോജോ എന്ന് വെച്ചോണ്ട് കമ്പയർ ചെയ്യാൻ പോകരുത്. കാരണം ഈ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വേബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ ഡെവിൾ മേ ക്രൈ ന്യൂ സീരീസിനെ കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത്. ഡെവിൾ മേ ക്രൈ ഗെയിമിംഗ് ഫാൻസ്, അതായത് 5 സീരീസും കളിച്ചവർ ഇത് കാണുന്നുണ്ടായിരിക്കാം. ഞാൻ ഫസ്റ്റ് 2 പാർട്ടേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ 5 പാർട്ടും കളിച്ചവൻ ഈ കൂട്ടത്തിലുണ്ട് മിസ്റ്റർ ജുബൈർ ഖാൻ. ഞാൻ 3ഉം 4ഉം. അടുത്തവൻ്റെ 3 പാർട്ട് ഡൗൺലോഡ് ചെയ്ത 3ാമത്തെ പാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുകയാണ്. കരുൺ ആർ വിനോദ് KRN ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. റീച്ച് ഔട്ട് ചെയ്യാം. DMC നെറ്റ്ഫ്ലിക്സ് ഇതാണ്. അതുപോലെ തന്നെ ആദിശങ്കർ, കാസിൽവേനിയയുടെ ക്രിയേറ്റർ ആദിശങ്കറാണ് ഇതിൻ്റെയും ക്രിയേറ്റർ. ആൻഡ് എന്താ പറയുക, അടിപൊളി സാധനം. ആനിമേഷൻ, ആക്ഷൻ, കൊറിയോഗ്രാഫി ഇതെല്ലാം ഭയങ്കരമായിട്ട് അയാളായതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് എക്സ്പെക്ടേഷൻസ് ആർ മെറ്റ് ഫോർ മീ. എന്താണ് നിൻ്റെ അഭിപ്രായം? സ്റ്റുഡിയോ മിററാണ് ഇറങ്ങിയിരിക്കുന്നത്, സൗത്ത് കൊറിയൻ. അതെ, ഇതാണ് അമേരിക്കൻ അല്ല, ജാപ്പനീസ് അല്ല, കൊറിയൻ സ്റ്റുഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മാങ്കയുണ്ട്. മാങ്ക ജാപ്പനീസ്, സ്റ്റോറി സത്യം പറഞ്ഞാൽ ജാപ്പനീസാണ്. ഗെയിം ക്യാപ്കോമിൻ്റെ ജാപ്പനീസ്, അതും ജാപ്പനീസാണ്. പക്ഷേ അതിൻ്റെ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അത് ആനിമയിലോട്ട് വരുമ്പോഴത്തേക്കും കൊറിയനാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡിയോ സർപ്രൈസിംഗ്ലി ഡബ് ഈസ് അമേസിങ്. അതെ, ഡബ്ബ് വളരെയധികം അടിപൊളിയാണ്. മറ്റേ ഡബ്ബിൽ വില്ലൻ്റെ കഥാപാത്രത്തിന് വോയിസ് ആക്ട് ചെയ്തേക്കുന്നത് നറൂട്ടോയിൽ മാദ്രയ്ക്ക് വേണ്ടി വോയിസ് ചെയ്ത അദ്ദേഹമാണ്. ഇംഗ്ലീഷ് വോയിസ് ആണ്. ഇംഗ്ലീഷ് വോയിസ് ആക്ടർ, ജാപ്പനീസ് വോയിസ് ആക്ടർ. വേക്കപ്പ് ടു റിയാലിറ്റി. വേക്കപ്പ് ടു റിയാലിറ്റി. പിന്നെ വളരെയധികം എന്താ പറയുക, ഡബ്ബ് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ആൻഡ് ഞാൻ ആദ്യത്തെ ഒരു തവണ ജാപ്പനീസ് കണ്ടതിന് ശേഷമാണ് ഇംഗ്ലീഷ് കണ്ടത്. കൊള്ളാം. ഇംഗ്ലീഷാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ജാപ്പനീസ് കണ്ടപ്പോൾ എനിക്ക് അത്ര പോരാൻ അത് ചിലപ്പോൾ നമ്മൾ ഈ ഗെയിമൊക്കെ കളിച്ചതിൻ്റെ ആയിരിക്കാം. അല്ല, ചിലത് ജാപ്പനീസ് ഗെയിം കളിച്ചതിൻ്റെ അറിവിനകത്താണെങ്കിൽ സീസൺ 3യുടെ കഥയാണ് ഇതിനകത്ത്. 3യുടെ കഥയാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് ഉള്ളത്. പിന്നെ കുറച്ച് ഇൻസ്റ്റൻസസ് മറ്റേ സെക്കൻഡിലുള്ളതും ഒക്കെ പറയുന്നുണ്ടതല്ല, ജസ്റ്റ് ഗ്ലിംസ് ചെയ്യുന്നുണ്ട്. അല്ല, അത് കാണും. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റിസപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഗെയിമിനകത്തുള്ള സ്റ്റോറി പോകുന്നത് സെക്കൻഡ് ഗെയിമാണ് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റോറി. അത് കഴിഞ്ഞ് 1, പിന്നെ 3, പിന്നെ 4, പിന്നെ 5 അങ്ങനെ പോകുന്ന 3യുടെയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റോറി ഭയങ്കര വാസ്റ്റാണ്. ഇത് ഈ പറഞ്ഞ അത്രയും അല്ല, ഇനിയുണ്ട്. ഇച്ചിരി വലിയൊരു സ്റ്റോറിയാണ് ഇതിനകത്ത്. ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞല്ല, അതായത് ഇതിനകത്ത് നമ്മളെ ഈ പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഇതിൽ പറയും. ആ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ ഗ്ലിംസ് മാത്രമാണ്. അതെ, അതൊരു ഒറ്റ എപ്പിസോഡിൽ അവർ നിർത്തി. അല്ല, ഒരു സീരീസാണ്, അവർക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അതെ, ഗെയിം കളിക്കുമ്പോൾ ഞാൻ DMC 3 കളിച്ചിട്ടില്ല. വൈകാതെ അതിൻ്റെ പരിപാടികൾ നോക്കണം. ഗെയിം കളിച്ചറിവ് പറയുകയാണെങ്കിൽ ഗെയിമിനകത്ത് കുറച്ചും കൂടി ഡാർക്കാണ്. മൊത്തത്തിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടർ ഡിസൈനും എല്ലാം കുറച്ചുകൂടി ഡാർക്കാണ്. ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നി ആനിമയ്ക്കകത്ത്. മറ്റേനകത്തുള്ള എന്തുകൊണ്ട് ഇപ്പം എൽഡൻ റിങ്ങിൻ്റെ ആനിമേഷൻ കണ്ടിട്ടില്ലേ ഗെയിമിനകത്തുള്ള, അതേപോലെയാണ് DMCക്കകത്തുള്ള ആനിമേഷൻ. കുറച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടും ഡള്ളായിരിക്കും ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടേഴ്സിൻ്റെ രൂപവും. ഇപ്പം അവൻ്റെ ഒരു കോട്ട് കാണിക്കും, ട്രെഞ്ച് കോട്ട് കാണിക്കും. ലെതർ ട്രെഞ്ച് കോട്ട് കാണിക്കും. ആ ലെതർ ട്രെഞ്ച് കോട്ടിനകത്ത് ഇത് കുറച്ചും കൂടി മറ്റേ ക്ലീൻ ആണ് ഇവ ഇടുന്നത്. പക്ഷെ ആനിമയ്ക്കകത്തുള്ളത് കുറച്ചുകൂടി റഗ്ഗഡാണ്, കുറച്ചും കൂടി ലെതറി ഫീലുള്ള സാധനമാണ്. ഗെയിമിൽ കുറച്ചുകൂടി ലെതറി ഫീലുള്ള സാധനമാണ്. ലെതറി ഫീല് കുറച്ചും കൂടി റഗ്ഗഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ആണ്. അത് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലും അതുപോലെ തന്നെയാണ്. കുറച്ചുകൂടി അതിൽ നിന്ന് മാറി വന്നപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡിനകത്ത് എനിക്ക് കുറച്ച് വൈറ്റ് വാഷിങ് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പക്ഷെ പിന്നീട് അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടായിരുന്നു നല്ല രീതിയിൽ. നിന്റെ അഭിപ്രായം? ഞാൻ പിന്നെ ഗെയിം കളിക്കാത്തതുകൊണ്ട് എനിക്ക് അത്ര സീരീസ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കെവിൻ കോൺറായുടെ ശബ്ദം കേൾക്കാൻ പറ്റി.
അത് കേട്ടപ്പോൾ കെവിൻ എനിക്ക് കോൺറോയ് ആരാന്നറിയാത്തവർ നമ്മുടെ ജസ്റ്റിസ് ലീഗ് ആനിമേറ്റഡ് സീരീസിൽ ബാറ്റ്മാന് വോയിസ് ചെയ്തതാണ്. ലെജൻഡറി വോയിസ് ആക്ടറാണ്. പുള്ളിയുടെ വോയിസ് എന്താ പറയുക, ബാറ്റ്മാന് വേണ്ടി മാത്രമുള്ളൊരു വോയിസ് പോലെ ആയി മാറിയ ഒരു അതെ. അതുപോലെ തന്നെ DC-യുടെ ഏതോ സീരീസിലും അദ്ദേഹം ബാറ്റ്മാനായിട്ട് വരുന്നുണ്ട്. ആർക്കം സീരീസിൽ പുള്ളിയാണ് ഗെയിമിൽ. അതെ. അപ്പോൾ ആർക്കം കളിച്ച് അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലിരുന്ന് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ വീണ്ടും ഇത് സീരീസ് കാണുമ്പം കെവിൻ കോൺറോയ് ആദ്യം കേട്ടപ്പം പരിചയമുള്ള വോയിസ് കെവിൻ കോൺറോയിനെ പോലെ ഉണ്ട്. പിന്നെ സെർച്ച് ചെയ്തപ്പോൾ കെവിൻ കോൺറോയ് കേട്ടപ്പോൾ പിന്നെ അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ബാറ്റ്മാൻ്റെ കണ്ടിൻജൻസി പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഫോർ ദ ഹോൾ ജസ്റ്റിസ് ലീഗ്. അപ്പം അത് ഫുൾ കെവിൻ കോൺറോയുടെ ഒച്ചയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലാവും, വൈ കെവിൻ കോൺറോയ് ഈസ് ദ ബെസ്റ്റ് വോയിസ് ഫോർ ബാറ്റ്മാൻ എന്നുള്ളത്. പിന്നെ മാർക്ക് ഹാമിൽ ആസ് ജോക്കർ, അവർ രണ്ടുപേരും ഇതായിട്ടും എന്താ പറയുക ഇഞ്ചോടിഞ്ച് പോരാട്ടം പോലെയാണ്. പിന്നെ ബാക്ക് ടു ഡെവിൽ മേ ക്രൈ, ഞാൻ കുറേ ഇടത്ത് തപ്പിയിട്ട് 4 എനിക്ക് കിട്ടിയത്. പൈററ്റ്സോ ഫിറ്റ് ഗേൾ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു സ്പൂൺ ഉണ്ടോ എടുക്കാൻ? ശരിയാണ്. അങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയത് 4. പിന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പം പാർട്ട് 3 കിട്ടി, 2 കിട്ടി. പക്ഷെ 2 എങ്ങനെയോ ഡൗൺലോഡ് ആവുന്നില്ല. അത് പാടാണ്, കാരണം ഇച്ചിരി പഴയതാ. സീഡസ് കുറവായുണ്ടാവും. പിന്നെ 3 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് കളിച്ചു തുടങ്ങണം. ഡാർക്കാണ്. അപ്പം 3 കളിച്ചു തുടങ്ങണം. 4 ഞാൻ കളിച്ചു. 4 സ്റ്റാർട്ടിങ് എന്താ പറയുക നെറോ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു രീതിയിലേ കഥ പോകുന്നുള്ളൂ. ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് ദാന്തയുടെ ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിലെല്ലാം ദാന്തേനെ പറയേണ്ട ആവശ്യമില്ല, ക്ലാസിക് ദാന്തെ. അതുപോലെ തന്നെ ഡാൻഡേ ദ ന്യൂ ഗോജോ എന്ന് പറയുന്ന വളരെ കുറേ പേരുടെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടു. അതുപോലെയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഡാൻഡേ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജെജെക്കയുടെ മാങ്കാക്ക ഗോജോനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഒരു വൈറ്റ് ഹെയർഡ് കുറച്ചുകൂടെ ഫേമസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് കക്കാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കക്കാശിക്ക് മുമ്പ് 2003 ഇത് 2002 നാറൂട്ടോ. അതിന് മുമ്പേ ഡാൻഡേ ഉണ്ട്. അപ്പം ഒരുമാതിരിപ്പെട്ട അല്ല നാറൂട്ടോടെ വേൾഡ് ട്രേഡ് സെന്റർ. അതെ അതെ. 9/11 മുമ്പ് വരെ ഡാൻഡേ എക്സിസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതൊരു വളരെ വലിയ മീമാണ്. അപ്പം ഫോർ ദ ഗോജോ ഫാൻസ് വി ആർ സോറി ടു ബർസ്റ്റ് യുവർ ബബിൾ. സത്യസന്ധം ആയി പറഞ്ഞാൽ ഡാൻഡേ കുഴപ്പമില്ല. അതെ, നിന്റെ കപ്പന്റെ പ്രായത്തിൽ ഇവിടെ ഉണ്ടായിരുന്നാണ് എന്നുള്ളതാണ് സത്യം. അല്ല, അത് കാര്യമായിട്ട് തന്നെ ഇപ്പം പറഞ്ഞിട്ട് കുറെ പേര് ഡാൻഡേ ഈസ് എ ന്യൂ ഗോജോ. നോ, അതൊരു വിഡിത്തം മാത്രം. ഡാൻഡേ എന്ന് പറഞ്ഞാൽ മറ്റേ കോൺകർ ഹാക്കി ഫാം ചെയ്യുന്നവനാണ് അല്ലേ, ഓറ ഫാമറാണ് അവൻ. ഈ ഗോജോ എന്ന് വെച്ചോണ്ട് കമ്പയർ ചെയ്യാൻ പോയരുത്. കാരണം ഈ ഗെയിം കളിച്ചുകൊണ്ടുള്ളതുകൊണ്ട് പറയുവാണ്. ഇതിനകത്തൊരു സീസണിനകത്ത് 1 man ഷോ എന്ന് പറഞ്ഞൊരു ഡാൻഡേ വരും. ഡാൻഡേയുടെ ഒരു ഫോമിനകത്ത് 1 man ഷോ വരുന്നത്. ആ 1 man ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്നൊരു ഗിറ്റാറാണ്. ആ ഗിറ്റാർ വെച്ചിട്ടാണ് അവൻ്റെ ആയുധം, ഗിറ്റാറാണ്. അത് വെച്ചിട്ട് അവൻ കാണിച്ചു വിടുന്ന അട്രോസിറ്റികളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കിറ്റും ഒരു ക്യാറ്റും കൊണ്ടൊന്നും നടക്കത്തില്ല. ഒന്നിച്ചൊന്നിട്ട് പറ്റിയില്ല, പിന്നെ അല്ലേ രണ്ടായിട്ട്. അതാണ് അതുകൊണ്ട് എനിവേ, if any of you were hurt, it was intentional. ടോട്ടലി ഇന്റൻഷണൽ. നിങ്ങളെ കുറിച്ചാണ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ്, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ്, നിങ്ങൾ മാത്രം ഉദ്ദേശിച്ചാണ്. ഡാൻഡേ ഈ പറഞ്ഞ ഡാൻഡേയുടെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ ആനിമയിൽ അത്രയും എവിഡൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ അടുത്ത സീസണിന് പോലെ അങ്ങോട്ട് വരുമായിരിക്കും. ഫസ്റ്റ് സീസൺ നിർത്തിയേക്കുന്നത് അങ്ങനെ ഒരു പോയിന്റില്ല. അല്ലാതെ തന്നെ കാണിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് ഇവര് മറ്റേ ഡാർക്ക് ഹോമിലെ ആൾക്കാർ വെടിവെക്കണ കണ്ടിട്ട് നമ്മൾ ആരെയാ വെടിവെക്കണ, അവന്മാരുടെ കൂടെ ഒന്ന് വെടിവെച്ചു. ഇഷ്ടംമാരുണ്ട് ഇതിനകത്ത്. അതാണ് ഗെയിമിലും ഇതിനകത്ത് ഇഷ്ടംമാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മറ്റേ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ ജോക്ക് ക്രാക്ക് ചെയ്തോ ഇവൻ. പിന്നെ അവന്റെ ഐക്കോണിക് ഡയലോഗ് ഉണ്ടല്ലോ, ജാക്ക് പോട്ട് ഇഷ്ടംമാരുണ്ട്. അത് അവൻ്റെ ഈ പറഞ്ഞ ടോട്ടൽ സ്റ്റോറി വരുമ്പോഴത്തേക്കും ഡാൻഡേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് മാറും ഒരു സമയം കഴിയുമ്പം.
കാരണം ദർ ആർ ബിഗർ ബിസിനസ് ടു ഹാൻഡിൽ. അപ്പോഴ് ഒരു ഒരു ക്യാരക്ടർ, ഒരു കൂട്ടത്തിലൊരു ക്യാരക്ടറായിട്ട് മാറും. കാരണം ഈ നെറോ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഒരു ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒരു സമയത്ത് അമ്മ കിട്ടും. അതേപോലെ തന്നെ ലേഡി ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഹേറ്റഡ് ക്യാരക്ടർ ഇൻ ഡെവിൾ മേ ക്രൈ 3 ഇനിഷ്യലി. 4 വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. 3-ക്കകത്തൊരു ഇച്ചിരി അത്യാവശ്യം ഹേറ്റഡ് ക്യാരക്ടറാണ്, ഒരു സൈഡ് ക്യാരക്ടറാണ് ലേഡി. ഏത് പാർട്ട് തൊട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് തൊട്ട്? ഞാൻ സെക്കൻഡ് പണ്ടും കണ്ടില്ലാത്തതുകൊണ്ട്. ലേഡി സെക്കൻഡിലും ഫസ്റ്റിലും ഉണ്ടോ? ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ലേഡി തേർഡിലുണ്ട്. അല്ല യൂട്യൂബിൽ കയറി കട്ട് സീൻ നോക്കേണ്ടി ലേഡി അനിമ കാണുന്നവർക്ക് തന്നെ ചൊറിഞ്ഞു വരും. അത് ഗെയിമിനകത്ത് നല്ല രീതി ചൊറിയും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മളിപ്പം വിചാരിക്കും അടുത്ത നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാന്ന് വിചാരിക്കും. പക്ഷേ ഇവള് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സ്റ്റോറി പ്രോഗ്രഷൻ ഇന്ന് ബാക്കിലോട്ട് ആക്കുക. സ്റ്റോറി പ്രോഗ്രസ് ആവുന്നതിന് പകരം സ്റ്റോറിക്ക് അത് സൈഡ് ക്വസ്റ്റുകൾ വരാൻ കാരണം ഇവളാ. മനസ്സിലായില്ലേ? അപ്പം ശരിക്കും കാണിച്ച് കൊളവാക്കും. ശരിക്കും ദേഷ്യം വരും. അത് ഒരു കാര്യം. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ വില്ലൻ കൗണ്ടർ പാർട്ട്, ഈ വില്ലൻ കൗണ്ടർ പാർട്ടിനാണ് ഇവളെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. വില്ലനെയാണ് സത്യം പറഞ്ഞ ഇവൾ ആരാധിക്കുന്നതിനകത്ത് ഒരു ക്യാരക്ടറാണ്. വിശ്വാസം കൊണ്ട് ബ്ലൈൻഡ് ആയി പോയ ഒരു, അങ്ങനെയും പറയാം. ചിലപ്പം അവക്ക് ഒന്നിലും റിലേ ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് പുള്ളിയും ഡാർക്കോമുമാണ് അവക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു സീസൺ കണ്ടവർക്കെല്ലാം അറിയാലോ. കഥാപാത്രത്തിന്റെ പേര് പറയുന്നത് സ്പോയിലറൊന്നും ഇല്ല. ലേഡി ബീൻസ് എന്ന് പറഞ്ഞ അതായത് വൈസ് പ്രസിഡന്റ് DMC യൂണിവേഴ്സിലെ USA വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കഥാപാത്രം ആണ് ഈ പറഞ്ഞ, അതായത് ദൈവത്തിൻ്റെ ഡ്യൂട്ടി താനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബ്ലൈൻഡായ ഒരു വ്യക്തി. അതെ, സ്റ്റോറിക്കകത്ത് ഈ മെയിൻ വില്ലൻ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഹെല്ലില മെയിൻ ഡെവിൾ ഉണ്ട്. ആ ഡെവിളിന്റെ കറക്റ്റ് മുണ്ടസിന്റെ എർത്ത് പാർട്ടാണ് ബീൻസ്, ഈ പറഞ്ഞ ബീൻസ്. അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഒരുപാട് പേരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള ആളാണ് പ്രസിഡന്റ്. സോ ഞാൻ പറയുന്നത് അതെ, സാങ്ഷൻ ചെയ്യുന്നത് മാത്രമാണ് പ്രസിഡന്റിന്റെ ജോലി. ഞാനാണ് പോളിസി ഇറക്കുന്നത്. അതെ, അങ്ങനെ സാങ്ഷൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം പാരലൽ വേൾഡ് എന്നുള്ളൊരു സാധനം അവിടെ വരുവാണല്ലോ. അവിടെ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഒരു അവിടെ മറ്റേ ഓപ്പൺലി ഉള്ള ടൈറന്റും ഇവിടെ മറ്റേ എന്താ പറയാ സ്വാതന്ത്ര്യത്തിന്റെ ഇതാണെന്നും പറഞ്ഞേക്കുന്ന മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ DMC സ്റ്റോറി വന്നത് വളരെ ഷോനൻ ഒരു ലൈനിലായിരിക്കും. ഈ ഷോനൻ ലൈനിൽ പോയിട്ട് പെട്ടെന്നൊരു എപ്പിസോഡിൽ ഇത് ഡാർക്ക് ആക്കും. ഗെയിമിലും ഈ പറഞ്ഞ അനിമയ്ക്കകത്തും അത് അവിടെ ഡാർക്ക് വരുന്നുണ്ടല്ലോ. അതും പക്ഷെ ഒരു മിന്നായം പോലെ കാണിക്കുന്നേ. അല്ല, ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഡാർക്കിൽ പോയിട്ട് അയ്യോ നമ്മൾ ഇതല്ല കേട്ടോ പറഞ്ഞോണ്ടിരുന്നത്, നമ്മൾ ഷോനൻകാരാണേ വെറുതെ തിരിച്ചു വരും. അല്ല, ആള് കാണണ്ടേ, കച്ചവടം ബിസിനസ്. അപ്പം അങ്ങനെ പോകുന്ന ഒരു സംഭവം ഈ പറഞ്ഞ DMC അതുകൊണ്ട്. DMC ഗെയിമിങ് കിടലുമാണ്, ഫാമിയാണ്, കുറച്ച് അത്യാവശ്യം ഫാമിയാനുണ്ട്. പക്ഷേ അതൊരു ആനിമ ആകുമ്പോഴത്തേക്കും ഒരു ഓറ ഫാമർ ആയി മാറും. ഡാൻ്റെ ഉദ്ദേശിക്കുന്നത് ഈ മറ്റേ സോൾസ് കളക്ട് ചെയ്യുന്ന പോലത്തെ ഇതല്ലേ, മറ്റേ റെഡ് ഡോർസ് കളക്ടിങ് അല്ലേ നീ ഉദ്ദേശിക്കുന്നത് ഗെയിമിലുള്ള? ഓക്കെ അല്ല, ഞാൻ കളിച്ചു തുടങ്ങിയോണ്ട് ചോദിച്ചത്. ആ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു സോളോ ലെവലിംഗ് വന്നേ പിന്നെ. സോളോ ലെവലിംഗ് എന്നല്ല, അത് മാൻവേന്ന് വന്ന വാക്കാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിങ് അല്ല, അത് കുറച്ചുകൂടെ ഈ ഓറോ ഫാമിംഗ് എന്ന് പറയുന്നതും സ്പെർമൈ എന്ന് പറയുന്നതൊക്കെ മാൻവ റീഡേഴ്സിന്റെ സ്ഥിരം വാക്കുകളാണ്. സ്പെർമൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ MC ഗോട്ട് എ സ്പെർമൈ ദെൻ ഹി ഈസ് അൺബീറ്റബിൾ. സ്പെർമൈ അറിയത്തില്ല, മറ്റേ കണ്ണി കൂടി ലൈറ്റിങ്ങിന് അടിച്ചു പോകുന്ന ഒറ്റ വാക്കാണോ രണ്ട് വാക്കാണോ? ജിന്നുവിന് അത് ലേറ്റസ്റ്റ് സീസണിൽ കാണിച്ചല്ലോ. അത് മറ്റേ മാൻവയുടെ മെയിൻ സാധനമാണ്. മാൻവയ്ക്കകത്ത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ MC ജയിച്ചു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒന്നും വന്നില്ല, കളർ ചേഞ്ചിങ് ഉണ്ടായിരുന്നുള്ളൂ. കളർ ചേഞ്ചിങ് മറ്റേ ഡെവിൾ മേക്കറുടെ മെയിൻ സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ട്രാൻസ്ഫോർമേഷൻസാണ്.
അന്യായ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. മറ്റേ ഡബിൾ ഫോമിൽ മാറുന്നതും പിന്നെ ഈ വൺ മാൻ ഷോ ഞാൻ പറഞ്ഞ ആ ഒരു ലുക്ക്, നെറോയ്ക്ക് സ്റ്റാൻഡ് കിട്ടുന്നു. അതൊക്കെ സ്പോയിലറാ കേട്ടോ. അല്ല അത് ഇതിനകത്ത് ഇല്ല, ഇതിനകത്ത് വന്നിട്ടില്ല. അല്ല സീരീസിനകത്ത് അതൊക്കെ ഏത് കാലത്താണ് അത് DMC 4-ലുള്ളതാണ്. 4-ലുള്ളതാണ്. 3യുടെ മൊത്തം കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല കഥയൊന്നും. വെർജിലിനെ കാണിച്ചിട്ടല്ലേ ഉള്ളൂ. അത് തന്നെ സ്പോയിലർ അല്ല അത്. ആരാന്ന് അവർക്ക് അറിയാം. ആനിമയിലുണ്ടല്ലോടാ. അതെങ്ങനെ സ്പോയിലർ ആവുന്നേ? അതെ അതെ അതെ. അല്ല അതൊരു വെർജിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുള്ളത് മറ്റേ പാട്ടാണ്, ഐ ആം ദ സ്റ്റോം ദാറ്റ് ഈസ് അപ്രോച്ചിങ്. അത് പറഞ്ഞപ്പോഴാണ് ആനിമയ്ക്കകത്തുള്ള മെയിൻ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംമാതിരി പാട്ടുകൾ, അതായത് മറ്റേ എല്ലാം മെറ്റൽ ഹെഡ്സും ഹാപ്പി ആയിരിക്കും. എല്ലാം മെറ്റൽ ഹെഡ്സ്. ആസ് എ മെറ്റൽ ഹെഡ് ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദ സോങ് സെലക്ഷൻസ് ഇൻ ഇറ്റ്. പിന്നെ ഓപ്പണിങ്ങും അതുപോലെ റോളിങ് കിടില. പുള്ളിയാൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തായിരുന്നടാ? ലിംബിസ്കറ്റ്. അത് കിടിലം പാട്ട്. സോങ് മെറ്റൽ ഹെഡ്സിന്. സോ ഇറ്റ്സ് ആൻ ആനിമേ ദാറ്റ് യു ഷുഡ് വാച്ച്. പിന്നെ ഇത് കഥാപാത്രങ്ങളുടെ ഇത് ഇപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം DMCയിൽ നീ ഇപ്പോൾ ഗെയിം 3-4 നീ കളിച്ചതെന്നല്ലോ അവിടെ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആസ് ഡാൻഡേക്ക് ഉണ്ടാകുന്ന ഒരു എവല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് വുഡ് യു സേ? ബിക്കോസ് ഈ സീരീസിൽ വി ക്യാൻ സീ ദാറ്റ് ഈസ് എന്താ പറയുക വളരെ മണ്ടനായ അതിശക്തനായ ഒരു നായകൻ എന്നുള്ളതാണ് സീരീസിൽ കാണുന്നത്. ശക്തി കൊണ്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അതിപ്പം പവേഴ്സ് അവൻ ഡിസ്കവർ ചെയ്യുന്നേ ഉള്ളൂ. അവൻ ഹാഫ് ബ്ലഡ് ആണെന്ന് അറിയുന്നത് അതിലാണ്, ഇത് സീരീസിലാണ്. അപ്പം ഈ 3-ൽ നിന്ന് 4-ലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്കെ ഇമോഷണലി ഡാൻഡേ ഈസ് ട്രബിൾഡ്. അത് ഇതിനകത്തും പറയുന്നുണ്ട്. അല്ല 4-ലും ഇമോഷണലി ഭയങ്കര ട്രബിൾഡ് ആണ് ഡാൻഡേ. കാരണം ഈ ഡാൻഡേ വെർജിൽ എന്ന് പറയുന്ന 2 ക്യാരക്ടർ തമ്മിലുള്ള ഒരു ഇതുണ്ട്, ഒരു ഡിസ്പാരിറ്റി എന്ന് മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്. ആ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക് പോയിന്റ് ആണ്. അത് വെർജിലിന് ഒട്ടുമില്ലത്. പക്ഷെ ഡാൻഡേക്ക് അത് ഇച്ചിരി ഒരു വീക്ക് പോയിന്റ്. യെറ്റ് ഹി ഡിസ്കവർ ദാറ്റ് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. അത് 4-ലും 3-ലും ഒരു പാതി കഴിയുമ്പോൾ തന്നെ ആ ഒരു രീതിയിലോട്ട് മാറും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി ബിക്കംസ് എ ലിറ്റിൽ ബിറ്റ് മോർ ബെറ്റർ. ലേഡി എന്നത് മേരി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ലേഡി എന്നുള്ളത് ദാൻഡേ ഇടുന്ന പേരാണ്. ഇഫ് യു ഡോണ്ട് നോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദി ആനിമേ. പിന്നെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCയുടെ ക്യാരക്ടർ സെയിം തന്നെയാണ്. പിന്നെ ഇവൻ്റെ ഡബിൾ ഫോമിനകത്ത് ചില സമയത്ത് മറ്റേ ഇതിൽ പോകാറുണ്ട്. ഏതാ ഇനിഷ്യലി ചില സമയത്ത് അവൻ ഒന്ന് അട്രോസിറ്റി പോവും, ചെറുതായിട്ട് അട്രോസിറ്റിയിൽ പോവും. അതായത് ഇവൻ പറയും ഇവൻ്റെ ഹേട്രഡും ഈ പറഞ്ഞ ഡബിൾ ഇൻസ്റ്റിങ്സും ഇവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവൻ പറയും. അത് ഒരു 4-ലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവൻ പിന്നെ അത് ഇവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇവൻ യൂസ് ചെയ്ത് തുടങ്ങും. 4th സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രബിൾഡ് ആണ് സത്യം പറഞ്ഞാൽ. 4th ആനിമേയിൽ അത്രയും കാണിക്കും എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി എനിക്കൊന്ന് കുറച്ചും കൂടി ഡാർക്കാന്ന് തോന്നുന്നു 4th. 3rd സത്യം പറഞ്ഞാൽ MC ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വൈറ്റ് റാബിറ്റ് ആണ്. വൈറ്റ് റാബിറ്റ് യെസ്, വളരെ MCയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഡാൻഡയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ മാത്രമേ 3-ക്കകത്ത് നടന്നിട്ടുള്ളൂ. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റോറി തന്നിരിക്കുന്നത് വൈറ്റ് റാബിറ്റിന്റെ ആണ്. വൈറ്റ് റാബിറ്റ് അത് മാത്രമല്ല വൈറ്റ് റാബിറ്റിന്റെ എൻഡിങ് ഒരു സുഖമില്ലാത്ത എൻഡിങ് ആയി പോലെ. കുറച്ചുകൂടെ ഒരു ഓണറബിൾ ഡെത്ത് എന്നുള്ള സ്കീമിൽ വന്നിരുന്നെങ്കിൽ. പക്ഷേ ഫസ്റ്റ് സീസൺ 8 എപ്പിസോഡാന്ന് തോന്നുന്നില്ലടാ. ഒറ്റ ദിവസം ഇറങ്ങിയത്. ഓണറബിൾ ഡെത്ത് എന്ന് ഉദ്ദേശം അങ്ങനെയല്ല കേട്ടോ. അവസാനം ഒന്നും അല്ലാണ്ട് ചത്ത പോലെ തോന്നി. കുറച്ചുകൂടെ അവൻ്റെ പ്ലാൻ വർക്കായി. അവൻ്റെ പ്ലാൻ വർക്കായി. അവൻ ആദ്യം പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങ് തീരെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ജനറേഷൻ ഇതിനു വേണ്ടി അനുഭവിക്കേണ്ടി വരും. എനിക്ക് ദോഫ്ലമിംഗോ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം തോന്നുന്നൊരു വില്ലൻ ഇപ്പൊ വൈറ്റ് റാബിറ്റ്. എനിക്ക് ഡോഫ്ലമിംഗോയെക്കാളും ഇഷ്ടപ്പെട്ടു. ഇത് ദോഫ്ലമിംഗോയ്ക്ക് മറ്റേ സംഭവമൊന്നുമില്ലല്ലോ. ഇത് മറ്റേ അവന്റെ ആൾക്കാരെ കൊന്നു എന്നുള്ള പ്രതികാരത്തിലാണ്.
വൈറ്റ് റാബിറ്റ് പൊളിയാ. വൈറ്റ് റാബിറ്റ് ഗെയിമിനകത്ത് നല്ല പാടാ. പക്ഷേ വൈറ്റ് റാബിറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ ഇത് കാണിച്ചത് ഭയങ്കര അലമ്പാട്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഗെയിമിൽ എനിക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടത്. അതിൽ മാതാരയുടെ മറ്റേ ഇംഗ്ലീഷ് വോയിസ് ആക്ടറും കൂടെ ആയപ്പോഴത്തേക്കും വെട്ടിക്കെട്ട് വോയിസ് മോഡൽ അങ്ങനെ ഓൾറെഡി വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിലൊരു സംഭവമാണ്. അതിൻ്റെ കൂടെ ഈ കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷൻസും കൂടെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് വെരി നൈസ്. നടക്കി ആ ഒരു കോമിക്കൽ ആനിമേഷൻ ഈ പറഞ്ഞ ഹെല്ലിൻ്റെ ഇവൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആരാ ഈ വൈറ്റ് റാബിറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു കോമിക്കലായിട്ടല്ലേ ആനിമേഷൻ കാണിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതല്ലോ രണ്ട് ലോകത്തിന്റെ വ്യത്യാസം എങ്ങനെയാണ് കാണുന്നതെന്നുള്ള രീതിയിൽ. അതിവൻ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ പോയതുപോലെ ഒരു ആനിമേഷനിലാണ്. ആ സീനും അടിപൊളിയല്ലേ, മറ്റേ റഗ്ഗഡ് സീന്, ആ മാസ്ക് അവന്റെ കഴുത്തിൽ തയ്ച്ചു വെക്കുന്നത് എല്ലാം തന്നെ. വൈറ്റ് റാബിറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുമാതിരിപ്പെട്ടവരെല്ലാം വൈറ്റ് റാബിറ്റിന് തന്നെ വോട്ട് ചെയ്യും. ഹൂസ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് വെച്ചാൽ എങ്കിൽ പോലും ഡു കമന്റ് ഡൗൺ. ലിസ്റ്റ് ഫേവറേറ്റ് ആണെങ്കിൽ ലേഡി എന്ന് കമന്റ് ചെയ്യും. അതെ, സൂപ്പർ ക്യാരക്ടറുള്ള കാര്യം പറയല്ലോ. ഞാൻ വൈറ്റ് റാബിറ്റിന്റെ സീൻ കണ്ടാണ് ഞാൻ ഡെവിൽ മേ ക്രൈ അനിമേ കണ്ടത്. അല്ല അത് ഹിറ്റായതും ഒരു എഡിറ്റ് ഉണ്ടല്ലോ, അതിനുശേഷമാണ് ഇത്. പിന്നെ ഡാൻഡെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര പ്ലീസിങ് ആണ്. അല്ല ആ കറക്റ്റ് രീതിയിൽ ആ കഥാപാത്രം ഉള്ളേ, ആവശ്യത്തിന് മണ്ടത്തരം എന്നാ സമയം വരുമ്പോൾ ഫൈറ്റ് ഐക്യു ഭയങ്കര കൂടുതലാണ്, ബാറ്റിലേക്ക് കൂടുതലാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവനെ ഇമോഷണൽ ബാഗേജസ് കൂടുതലാണ്. അതുണ്ട്. അൺലൈക്ക് നമ്മുടെ നോർമലി കാണുന്ന പല MC-കളൊക്കെ ആയാലും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇമോഷണൽ ബാഗേജോ അല്ലെങ്കിൽ ഇമോഷൻസ് അവനെ കൺട്രോൾ ചെയ്യുന്നത് ഇച്ചിരി കൂടുതലായിട്ടാണ്. അവൻ നിൽക്കുന്നത് നല്ലതിന് വേണ്ടിയാണോ ചീത്തയ്ക്ക് വേണ്ടിയാണോ അവൻ ഫൈറ്റ് ചെയ്യുന്നുള്ളത് അവന് പലപ്പോഴും ചോദിച്ചിട്ട് പോകും. റാബിറ്റിന്റെ ഉദ്ദേശം അതായിരുന്നല്ലോ. അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നീ ഇപ്പം നല്ലവനാണ്, നീയാണ് നന്മയുടെ ഭാഗത്തുനിന്ന് നിനക്ക് തോന്നും, പക്ഷെ there will be a time when no one appreciates. അവന്റെ ചോദ്യം അവന് ഇത് ഉത്തരം മുട്ടുമല്ലോ. എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഹെല്ലി പോകുന്ന സമയത്ത് എല്ലാം ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ഇങ്ങനെ തിരിച്ചു വരുക. അത്ര നേരം കൊണ്ട് തന്നെ അവൻ മനസ്സിലാവും. ഫൈറ്റ് കൊറിയോഗ്രഫി ഈസ് ഓൾസോ വെരി നൈസ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ. അതെ, ഞാനൊരു 3.5 4 എന്തായാലും 4.5. ഗെയിം കളിച്ചിട്ടുള്ളതുകൊണ്ട് അത്രയെങ്കിലും അവന്മാര് ഒപ്പിച്ച് വയ്ക്കാൻ സത്യം പറഞ്ഞാൽ പാടുള്ള കേട്ടോ. അല്ല അത് നേരാ കേട്ടോ. ആ ഗോറിനെസ് ഒന്നും കളഞ്ഞൊന്നുമില്ല, അത്യാവശ്യത്തിന് ഗോറിനെസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഗെയിമിന്റെ അത്ര ഇല്ല, ഗെയിമിന്റെ അത്ര ഇല്ല. ഡാർക്ക് മോഡുലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 5 out of 5. അതെ, ആ ഒരു ഡാർക്ക് ഒരു ഗ്ലൂമി ബാക്ക്ഗ്രൗണ്ടും ആ ഒരു മറ്റേ ഒരു ആർക്കിടെക്ചർ ഒക്കെ ഉണ്ടല്ലോ. ഡാർക്ക് ആക്കേണ്ട സാധനം ഡാർക്ക് ആക്കി കാണിക്കും. കാസിൽവേനിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഭവം എന്താ പറയുക, നെറ്റ്ഫ്ലിക്സിന്റെ ഗുണം ഈ തെറിവിളി ഒന്നും മാറ്റിയിട്ടില്ല. അത് ഈ ലേഡി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ആനിമയ്ക്കകത്താണെങ്കിലും ഗെയിമിനകത്താണെങ്കിലും വാ തുറന്നാൽ ചീത്ത വിളിക്കത്തുള്ളൂ. ഫൗള് കളിയ. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ കാസിൽവേനിയോ അല്ലെങ്കിൽ ഹെൽസിംഗ് ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആനിമേഷൻ കറക്റ്റ് ഇതിന് കുറച്ചുകൂടെ ആപ്റ്റ് അതായിരുന്നു ഹെൽസിംഗിന്റെ ആനിമേഷൻ. ആ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, ആ റെഡ് ബ്ലാക്ക് യെല്ലോ ആനിമേഷൻ ഇതിന് ചേരുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ചേരും, നല്ല ചേരും. എനിക്ക് ഹെൽസിംഗിന്റെ മറ്റേ മൊത്തം ഇറിറ്റേഷൻ ആയിരുന്നു. റെഡും ബ്ലാക്കും അതിനകത്ത് കാണിച്ചിരുന്ന ഒരു ഇതുണ്ടല്ലോ, അത് അവസാനം കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോ ഞാൻ എന്തിനാ കണ്ടേ എന്നുള്ള സ്കീമായിരുന്നു. ആ റെഡും ബ്ലാക്കും ആ റെഡും ബ്ലാക്കും തന്നെ ഇതിനകത്ത് DMCയുടെയും ബാക്ക്ഗ്രൗണ്ട് തീം അതാണ്. അല്ല ഞാൻ കുറച്ച് കളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, എന്ന് വെച്ചാൽ സോൾസുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് ഇവർക്ക്, നല്ല സിമിലാരിറ്റി ഉണ്ട് സോൾസ് ഗെയിമുമായിട്ട്. അത് കണ്ടപ്പം കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ 4 ആണ് അല്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 3 ഇൻസ്റ്റാൾ ചെയ്തിരുന്ന് കളിക്കാം. 3 നീ കളിക്കുമ്പോൾ നിനക്ക് കഥ മൊത്തം അറിയാം. എനിക്കത് കളിക്കണമെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എടുക്കണം, എന്നാലേ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. സമയാവും. എത്ര GB ഉണ്ട്? 25. തേർഡ് എടുത്തപ്പോ ഒരു 22 GB സാധനം പെട്ടെന്ന് ഇൻസ്റ്റാൾ. എങ്ങനെയുണ്ട്? വലിയുന്നുണ്ട് എളുപ്പം?
4 ഒക്കെ വലിക്കുന്നുണ്ട് സുഖമായിട്ട്. ഞാൻ അത് ടി വിയിൽ കണക്ട് ചെയ്തല്ലേ കളിക്കുന്നത്, അതുകൊണ്ട് സുഖമാണ്. ടി വി കണക്ട് ചെയ്ത് കളിക്കും. DMC സീരീസിലേക്കാണ് അതൊക്കെ സീരീസ്. അപ്പോൾ എന്തായാലും DMCയെ കുറിച്ച് ഐ മീൻ ആകെ ഉള്ള 8 എപ്പിസോഡിൽ നിന്ന് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം. ഗെയിം കൂടെ കളിച്ചിരുന്നെങ്കിൽ നമ്മൾ അതെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമന്റ് ഡീറ്റെയിൽ അനാലിസിസ് പറയുമ്പോൾ തന്നെ സ്പോയിലർ ഇഷ്ടം പോലെ വരും. ഞാൻ അതുകൊണ്ട് മാക്സിമം പിടിച്ചാണ്, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ 8 എപ്പിസോഡിൽ നിന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ഈസ്റ്റർ എക്സ് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി അഥവാ നിങ്ങൾക്കത് എനി തിയറീസ് ദാറ്റ് യു ഹാവ്, അല്ലെങ്കിൽ ഈ സീസൺ 2 കുറിച്ച് എന്തെങ്കിലും സ്പെക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. അതിന് ഞങ്ങൾ അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി റെഗുലർ സാധനങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുക. അതും ശരിയാണ്. അതെ, പാവപ്പെട്ട കുറച്ച് ആനിമേ പിള്ളേരെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ. അപ്പം അതും നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഓരോ വ്യൂസും നമുക്ക് നീ മറ്റേ ഇലക്ഷന് പോകുന്ന പോലെ നിങ്ങളുടെ ഓരോ വോട്ടും എന്നെ ഇന്ന സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും എന്നൊക്കെ. നമ്മളെല്ലാം എന്നെ അല്ല, ഈ ഒരു ശിരിഗാമി സ്റ്റുഡിയോസ് എന്തായാലും മേൽപ്പറഞ്ഞ സാധനങ്ങൾ ഒക്കെ നിങ്ങൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും അറിയിക്കുക. ആൻഡ് DMC ഫാൻസ് DMC എന്ന് കമൻറ്റ് ചെയ്യുക. അല്ല ജാക്ക്പോട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ജാക്ക്പോട്ട് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ജാക്ക്പോട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. യെസ്. അപ്പം ഇതുവരെ കണ്ടതിന് നന്ദി, നമസ്കാരം.